നെക്സ്റ്റ് മീൻ ലൈഫ്. നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീക്കേയുടെ നേച്ചർ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വേറൊരു ടേമാണ് മീൻ ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് എന്താണെന്നറിയാം. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇനിഷ്യൽ ക്വാണ്ടിറ്റിയുടെ പകുതിയാകാനെടുത്ത ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ലൈഫ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ്. നമുക്കറിയാം, ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനിഷ്യലി അതിൻ്റെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് മാക്സിമമാണ്. ഇനീഷ്യലി ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി അത് പെട്ടെന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഇനീഷ്യലി ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് അല്ലെങ്കിൽ ഐസോട്ടോപ്പ് ഉണ്ടായിരുന്നാൽ അത് തുടക്കത്തിൽ പെട്ടെന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. പിന്നെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ കുറഞ്ഞു വന്നിട്ട് ഇൻഫിനിറ്റ് ടൈം എടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ലൈഫ്, ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആവറേജ് ലൈഫ് ടൈം ഉണ്ട്, അല്ലെങ്കിൽ മീൻ ലൈഫ് എന്നും പറയും. ആ മീൻ ലൈഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കൺസിഡർ ചെയ്യും ഇനിഷ്യലി അതിൽ N0 നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലെങ്കിൽ N0 നമ്പർ ഓഫ് ഒറിജിനൽ എലമെൻറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം, അതായത് T1 എന്ന് പറയുന്ന ആദ്യത്തെ ടൈമിൽ ആ ഉണ്ടായിരുന്ന സാമ്പിളിൽ DN1 നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ചെറിയ ടൈം ഇൻ്റർവലാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് DN2 എന്ന് പറയുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ T2 ടൈം എടുത്തു. അങ്ങനെ നമ്മൾ ഈ ഒരു റേഡിയോ ഐസോട്ടോപ്പിനെ ഇങ്ങനെ ചെറിയ ന്യൂക്ലിയോൺസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഓരോ ന്യൂക്ലിയോൺസും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ DN1 നമ്പർ ഓഫ് ന്യൂക്ലിയൈസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ T1 ടൈം എടുക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് DN2 എന്ന് പറയുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ T2 ടൈം എടുക്കുന്നു. ദെൻ DN3 നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ T3 ടൈം എടുക്കുന്നു. അങ്ങനെ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ DN1 നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ T1 ടൈം എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ ലൈഫ് ടൈം എത്രയായിരിക്കും? DN1 നമ്മൾ T1 എന്ന് പറയുന്ന ടൈം കൊണ്ട് DN1 ന്യൂക്ലിയൈ ആണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും ലൈഫ് ടൈം എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? DN1 ഇൻറ്റു T1. അതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ടോട്ടൽ ലൈഫ് ടൈം ഓഫ് DN1 ന്യൂക്ലിയൈ എന്ന് പറയുന്നത് DN1 ഇൻറ്റു T1 ആണ്. ഓരോന്നിൻ്റെയും ലൈഫ് ടൈമിനെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ DN1 എന്ന് പറയുന്ന ന്യൂക്ലിയൈ മൊത്തത്തിൽ എത്ര ടൈം ഇരുന്നു എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലൈഫ് ടൈം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ DN2 എന്ന് പറയുന്ന ന്യൂക്ലിയൈ, അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് T2 ആണ്. അപ്പോൾ T2 എന്ന് പറയുന്ന ടൈം ആയപ്പോഴത്തേക്കും DN2 എന്ന് പറയുന്ന ന്യൂക്ലിയയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആ DN2 എന്ന് പറയുന്ന ന്യൂക്ലിയസ് മൊത്തത്തിൽ എത്ര ടൈം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഡക്റ്റ് DN2 ഇൻറ്റു T2. ഒന്ന് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്, ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമുക്ക് ടോട്ടൽ ലൈഫ് ടൈം ഒരു സാമ്പിളിൽ ഉണ്ടായിരുന്ന ഓരോ എലമെൻറ്റിൻ്റെയും ടോട്ടൽ ലൈഫ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന സാമ്പിളിനെ ചെറിയ സാമ്പിൾസായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ സാമ്പിളും അതിനും ഉണ്ടായിരുന്ന ലൈഫ് ടൈം, അത് എത്ര ടൈം അവിടെ ഉണ്ടായിരുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് എത്ര ടൈം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ T1, T2, T3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെയും ടോട്ടൽ ലൈഫ്, അതിലുള്ള ഓരോ ന്യൂക്ലിയയും എത്ര ടൈം നിലനിന്നിരുന്നു എന്നതിനെ നമ്മൾ സം ചെയ്യുന്നു. അത് സം ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ ലൈഫ് കിട്ടും. ദാറ്റ് ഈസ് മീൻ ലൈഫ് ടോ ഇസ് ഈക്വൽ ടു T1 ഇൻറ്റു DN1 പ്ലസ് T2 ഇൻറ്റു DN2 പ്ലസ് T3 ഇൻറ്റു DN3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. അതായത് DN1 DN2 എന്നാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് അതിൻ്റെ സമ്മായിരിക്കും. അതായത് ഒറിജിനലി എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ന്യൂക്ലിയയുടെയും ലൈഫ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ് ആ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ എന്താന്ന് പറയുന്നത്, മീൻ ലൈഫ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാമ്പിൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ സം ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിൻ്റെ ലൈഫ് ടൈം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമുക്കതിനെ വീണ്ടും ചെറിയ ഫ്രാക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ 18.7ൽ നമുക്ക് ടോ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? സിഗ്മ T1 D അല്ലെങ്കിൽ സിഗ്മ TI DNI ഡിവൈഡഡ് ബൈ സിഗ്മ DNI എന്ന് കൊടുക്കാം. അതിന് പകരം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെ അളവ് വളരെ ചെറിയ അളവാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമ്മേഷൻ മാറ്റിയിട്ട് ഇൻ്റഗ്രേഷൻ അവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ N0 to 0. ദാറ്റ് ഈസ് ഇനിഷ്യലി N0 നമ്പർ ഉണ്ടായിരുന്നു, അത് ഇൻഫിനിറ്റ് ടൈം ആയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ that is tau is equal to integral n0 to 0 t dn divided by integral n0 to 0 dn. നമ്മൾ ഇനിഷ്യലി n0 ഉണ്ടായിരുന്നു, അത് ഇൻഫിനിറ്റ് ടൈം ആയപ്പോൾ അതിൻ്റെ ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് നമ്പർ ഓഫ് ന്യൂക്ലിയർ എന്ന് പറയുന്നത് 0 ആയതാണ് നമ്മൾ ഇൻ്റഗ്രൽ n0 to 0 എന്നെടുത്ത്. ഇൻഫിനിറ്റ് ടൈം ആയപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻ്റഗ്രേറ്റ്. അപ്പോൾ നമ്മൾ dn-അനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ കുറഞ്ഞ് വന്ന് 0 ആവുന്നു. അപ്പോൾ അതാണ് n0 to 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ n0 to 0 dn. ദാറ്റ് ഈസ് നമുക്ക് രണ്ടും n0 to 0 ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഓർഡർ തിരിച്ചെഴുതാം. അപ്പോൾ മൈനസ് വരും, മൈനസ് താഴെയും മുകളിൽ മൈനസ് വരുമ്പോൾ അത് പോകും, ക്യാൻസൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇൻ്റഗ്രൽ 0 to n0 t dn ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to n0 dn. ദാറ്റ് ഈസ് നമുക്കിനി dn-ന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. dn എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ലാംഡ n0 e raised to മൈനസ് ലാംഡ t dt ആണ്. നമ്മുടെ ഇക്വേഷൻ 18.2 അല്ലേ? 18.2ൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? അല്ല, 18.1ൽ നമ്മൾ പറയുന്നുണ്ട് dn is equal to മൈനസ് ലാംഡ n dt ആണ്. അതായത് n എന്ന് പറയുന്നത് n0 e raised to മൈനസ് ലാംഡ t ആണ്. നേരത്തെയുള്ള ഇക്വേഷൻ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലായിക്കോളും അവിടെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ dn-ന് പകരം നമ്മൾ മൈനസ് ലാംഡ n dt അല്ലെങ്കിൽ n-ന് പകരം അവിടെ n0 e raised to മൈനസ് ലാംഡ t എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. ഇൻ്റഗ്രൽ അപ്പോൾ നമ്മൾ n-നനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നത് പിന്നെ ടൈമിലേക്ക് മാറി. dn-ന് പകരം നമ്മൾ dt-യുടെ ടൈമിലേക്ക് വേരിയബിൾ മാറിക്കഴിഞ്ഞു. dn-ന് പകരം dt-യുടെ ടൈമിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റും മാറും. അപ്പോൾ n0 എന്ന് പറയുന്നത് ഇനിഷ്യലി ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്. 0 എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്. അപ്പോൾ ഇതിനെടുക്കുന്ന സമയം, അതായത് എന്താണ്, നമ്പർ ഓഫ് ന്യൂക്ലിയയുടെ എണ്ണം 0 ആകാനെടുത്ത സമയം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എവിടെ നിന്ന് മാറും? ഇൻഫിനിറ്റി ടു n0 എന്ന് പറയുന്നത് ഇനിഷ്യലി ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്. അപ്പോൾ അത് 0 ടൈമിലാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ വേരിയബിൾ മാറ്റുമ്പം, അതായത് dn-ൽ നിന്ന് dt-യിലേക്ക് മാറുമ്പോഴത്തേക്കും ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ടു 0 ആയി മാറി. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിലുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 t മൈനസ് ലാംഡ n0 e raised to മൈനസ് ലാംഡ t dt എന്നാണ്. ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ 0 to n0 dn എന്ന് പറയുന്നത് എന്താണ്? n0 ആണ്. dn-നെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും n0 ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയയുടെ എണ്ണമായി മാറും. ടോട്ടൽ നമ്പർ ഓഫ് n0 ന്യൂക്ലിയസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് n0 ആയി മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? ടോ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 t മൈനസ് ലാംഡ n0 e raised to മൈനസ് ലാംഡ t dt ഡിവൈഡ് ബൈ n0. ഇനി നമ്മുടെ ഇൻ്റഗ്രേഷനകത്തുള്ള n0 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, കാരണം ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്. അത് ടൈമിനനുസരിച്ച് മാറുന്നില്ല. ഡിനോമിനേറ്ററിലും ഒരു n0 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെട്ടിക്കളയും, അത് ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ എന്തായി മാറി? പിന്നെ ഒരു മൈനസ് ഉണ്ട്, നമ്മൾ ടൈം എടുക്കുന്നുണ്ട്, ആ മൈനസ് അവിടെ വേണമെന്നില്ല. അപ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 ലാംഡ ടി ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഡി ടി എന്നുള്ള ഫോമിൽ എഴുതി. എന്നിട്ട് ഇനി നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. അതായത് ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിലും അല്ലെങ്കിൽ മുകളിലും താഴെയും ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? വെളിയിൽ, ഇൻ്റഗ്രലിൻ്റെ വെളിയിൽ ഒരു 1/λയും ഇട്ട്
ഇൻ്റഗ്രലിനകത്ത് ഒരു ലാംഡായും ഇടും. ഇൻ്റഗ്രലിനകത്ത് വരുന്ന ലാംഡായെ നമ്മൾ ഡി ടിയുടെ കൂടെയാണ് കൊടുക്കുന്നത്. ഈ ഡി ടിയുടെ കൂടെയാണ് കൊടുക്കും. കാരണം ഡി ടിയുടെ കൂടെ ഒരു ലാംഡായും കൂടെ വന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഡി ലാംഡ ടി എന്ന് പറയുമ്പോൾ ലാംഡ ഡി ടി ആണ്. ആ ലാംഡ ടി ഡിയുടെ കൂടെ അകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യും. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആയി മാറും. 1/λ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 ലാംഡ ടി ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഡി ലാംഡ ടി. ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്താണ്, ഇൻഫിനിറ്റി ടു 0 ലാംഡ ടി ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ഡി ലാംഡ ടി എന്നൊന്നൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അതാണ് ഈ ഒരു ഇൻ്റഗ്രൽ. അതായത് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 എക്സ് റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി എക്സ് എന്നുള്ള ഇൻ്റഗ്രൽ. അപ്പോൾ അവിടെ എ എന്ന് പറയുന്ന 1 ആണ്. ഇവിടെ നമ്മുടെ ഈ മുകളിലത്തെ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന 1 ആണ്. എക്സ് എന്ന് പറയുന്നത് ലാംഡ ടി ആണ്. എൻ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ബീറ്റ ഗാമ ഫംഗ്ഷനൊക്കെ പഠിച്ചപ്പോൾ ഇതുപോലത്തെ ഏകദേശം ഇതേ ഒരു രൂപത്തിലുള്ള ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റിൻ്റെ അപ്പൻഡിക്സിലൊക്കെ കാണുമായിരിക്കും. അവിടെ അങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 എക്സ് റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ പ്ലസ് 1 ആണ്. അവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണ്, എയുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഈ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലിന് നമ്മൾ വാല്യൂ കൊടുത്തു കഴിയുമ്പം എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. എ റൈസ് ടു എ എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ 1 റൈസ് ടു 1 എൻ ഫാക്ടോറിയലും 1 ആണ്. അതുകൊണ്ട് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ എന്തേ ഉള്ളൂ? 1/λ ഉള്ളൂ. അപ്പോൾ ടോ എന്ന് പറയുന്നത് 1/λ എന്ന് കിട്ടും. അതായത് 1/λ എന്ന് പറയുമ്പം നമുക്ക് ലാംഡായുടെ വാല്യൂ അറിയാം. എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ് ആണ്. അപ്പോൾ 1/λ എന്ന് പറയുമ്പം ടി ഹാഫ് ഡിവൈഡ് ബൈ 0.693. 1/693 എന്ന് പറയുന്നത് 1.443 എന്നാണ്. അപ്പോൾ ടോയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? ടോയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 1.443 ടി ഹാഫ് എന്ന് കിട്ടി. അപ്പോൾ അതാണ് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ മീൻ ലൈഫ്. അതായത് ഓരോ ന്യൂക്ലിയയുടെയും ലൈഫ് ടൈം എടുത്ത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മീൻ ലൈഫ്. അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 1/λ ഓർ 1.443 ടി ഹാഫ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഇപ്പം ആ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സാമ്പിൾ തന്നിരിക്കുകയാണ്. അത് ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉണ്ട്. അത് ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ സമയം അതിൻ്റെ മീൻ ലൈഫിന് ഇക്വലൻ്റ് ആയി തീരുമ്പോൾ അതിലെത്ര നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉണ്ടെന്ന് നോക്കാം. ദാറ്റ് ഈസ് വെൻ ടി ഈസ് ഈക്വൽ ടു ടോ. ആ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം അതിൻ്റെ മീൻ ലൈഫിന് ഇക്വലൻ്റായി കഴിയുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയർ എന്ന് പറയുന്നത് നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്താണ്? n0 e raised to minus lambda t ആണ് അല്ലേ. അപ്പോൾ n0 e raised to minus lambda tയിൽ ടീയുടെ സ്ഥാനത്ത് നമ്മൾ ടോ കൊടുക്കുന്നു. ടി ഈസ് ഈക്വൽ ടു ടോ ആകുമ്പം ടോയുടെ വാല്യൂ 1/λ ആണ്. അപ്പോൾ ഇവിടെ എന്തായി മാറി? e raised to minus lambda into 1/λ എന്നായി. അതായത് n is equal to n0 e raised to minus 1, that is n0/e. അപ്പോൾ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു ടോ എൻ ഇസ് ഈക്വൽ ടു n0/e. അപ്പോൾ നമുക്ക് മീൻ ലൈഫിന് വേറൊരു ഡെഫിനിഷനും കൂടെ കൊടുക്കാം. മീൻ ലൈഫ് ഈസ് ദി ടൈം ഫോർ ദ ന്യൂക്ലിയൈ ഇൻ ആൻ ഐസോട്ടോപ്പ് ടു decay 1/e ഓഫ് ദെയർ ഒറിജിനൽ നമ്പർ. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ ഓഫ് ന്യൂക്ലിയയുടെ 1/e ടൈം ആകാനെടുത്ത 1/e ആകാനെടുത്ത ആ ഒരു ടൈമിനെയാണ് നമ്മൾ മീൻ ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം. നമ്മൾ ആക്ടിവിറ്റിയുടെ ടൈമിൽ പറയുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ടോ ആകുന്ന സമയത്ത്
എ ഇസ് ഈക്വൽ ടു A0 e⁻ ആണ്. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് നമ്മൾ ടോ കൊടുക്കുന്നു. ടോ എന്ന് പറയുന്നത് 1/λ ആണ്. അപ്പോൾ അതും വെട്ടിപ്പോയിട്ട് A ഇസ് ഈക്വൽ ടു A0 e⁻1. അതായത് ഇനിഷ്യൽ ആക്ടിവിറ്റിയുടെ 1/e ടൈം ആകാനെടുത്ത സമയം. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ ആക്ടിവിറ്റിയുടെ 1/e ടൈം ആകാനെടുത്ത സമയത്തിനെയാണ് നമ്മൾ മീൻ ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് മീൻ ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു ടേം വന്നത്, അതായത് ഇങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയാലേ ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ.